നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ ക്യാമ്പിന് ആവേശമായി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം. ഡീൽ ആരോപണവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസും പരാമർശിച്ചായിരുന്നു പാലക്കാട് മോദിയുടെ പ്രസംഗം. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി തൃശൂരിൽ തടിച്ചുകൂടിയത്. പാലക്കാട് കോട്ട മൈതാനത്തെ ആവേശക്കടലാക്കിയായിരുന്നു എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് റാലി. 12 മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നുവെന്നും എൻഡിഎ സർക്കാർ വികസിത കേരളം ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പരസ്പരമുള്ള ബി ടീം ആരോപണത്തിൽ നരേന്ദ്രമോദിയുടെ മറുപടി ഇങ്ങനെ: एक नया प्रोपेगेंडा शुरू किया है। कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है। यानी एलडीएफ और यूडीएफ इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है. ബിജെപി അധികാരത്തിലെത്തിയാൽ അഴിമതികൾ പുറത്തു കൊണ്ടുവരുമോ എന്ന ഭയത്തിലാണ് ഇരുമുന്നണികളുമെന്ന് പ്രധാനമന്ത്രി. കേന്ദ്രം നൽകിയ ഫണ്ട് എൽഡിഎഫ് കീശയിലാക്കിയെന്നും പ്രധാനമന്ത്രി. നിലവിലെ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചു. कांग्रेस पालक्काड़ में ही आपने देखा है इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं। कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है. പാലക്കാട്ടെ പൊതുസമ്മേളനത്തിന് ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തിയത്. കുട്ടനല്ലൂരിൽ നിന്ന് കാർ മാർഗം സ്വരാജ് റൌണ്ടിലെത്തി. റോഡിന്റെ ഇരുവശത്തുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എൻഡിഎ സ്ഥാനാർത്ഥികളായ സി മുകുന്ദനും പത്മജ വേണുഗോപാലും കെ അനീഷ് കുമാറും മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.